സഹോദരങ്ങളെ, ബോധി ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് പ്രസന്നകുമാറാണ് ഞാൻ. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് പട്ടിണിക്കാരില്ലാത്ത നഗരമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നടത്തിപ്പോരുന്ന അത്താഴ വിതരണമാണ്. കോട്ടയത്ത് മാത്രമല്ല, കോട്ടയം നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിലും ബോധി ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അത്താഴം വിതരണം ചെയ്യുന്നുണ്ട്. നമുക്കറിയാൻ കഴിയും, റോഡിൻ്റെയും തോടിൻ്റെയും പുറമ്പോക്കുകളിൽ നിത്യവൃത്തിക്ക് വകയില്ലാതെ അന്തി ഉറങ്ങുന്ന നിരവധി പാവപ്പെട്ട ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടുകളൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അത്തരം ആളുകൾ തിങ്ങി നിറയുന്ന നഗരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായുണ്ട്. ഒലിക്കുന്ന കൂരയിൽ പ്ലാസ്റ്റിക് പടുതായുടെ അടിയിലൊക്കെ അന്തി ഉറങ്ങുന്നു. ഭക്ഷണമില്ല, അവരെ സഹായിക്കാൻ പറ്റുന്ന മാർഗങ്ങളില്ല. എന്നാൽ അത്തരക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇന്ന് നിലവിലുണ്ട്. അവരുടെ തണലിലാണ് സത്യത്തിൽ ഈ ഏകവർഗം കഴിഞ്ഞു പോകുന്നത്. ഇത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഇത്തരം പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ തുച്ഛമായ സഹായം കൊണ്ട് മാത്രമാണ് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ അവർക്ക് മെഡിസിൻ സഹായം ചെയ്യാൻ കഴിയുന്നത്, വാഹനത്തിന് പെട്രോൾ ഒഴിക്കാൻ കഴിയുന്നത്, ഈ പ്രവണതയ്ക്ക് വേണ്ടി പണി ചെയ്യുന്നവരുടെ അവർക്ക് വണ്ടിക്കൂലിയായിട്ടും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിലുള്ള തുക കൊടുക്കാൻ കഴിയുന്നത് ഒക്കെ അത്തരം നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട് മാത്രമാണ്. ഇനിയും ഇത്തരം പ്രവർത്തനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന നല്ലവരായ, ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാവരുടെയും സഹായം മുന്നോട്ടുണ്ടാകണം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ചേരി പ്രദേശത്ത് ഈ പീഡിക വരാന്തയിലും അതുപോലെ തന്നെ കടത്തിണ്ണകളിലൊക്കെ കിടക്കുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. അവർക്ക് വസ്ത്രവും, അവർക്ക് പഴയ വസ്ത്രങ്ങളും, അതുപോലെ തന്നെ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത, വസ്ത്രങ്ങളില്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ട്. കാരണം മഴയത്ത് അവർക്ക് പ്രയാസമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അവരെ കൂട്ടിയിണക്കി സഹായിക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, നല്ല പദ്ധതികളും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായി ഉണ്ടാകേണ്ടതുണ്ട്. ഉണ്ടാകുന്നില്ലെന്നല്ല പറയുന്നത്, ഉണ്ടാകേണ്ടതുണ്ട്. അവരുടെ കിടപ്പാടം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രങ്ങളെ, അങ്ങനെ അവർക്ക് വേണ്ടി തെരുവിലിങ്ങനെ നിരവധി ആളുകൾ കഴിയുന്നുണ്ട്. അവർക്കൊന്നും നിത്യരോഗികളാണ്. ചിലർക്കൊന്നും കാലൊക്കെ പഴുത്ത് വ്രണമായിരിക്കുന്നു. മറ്റു ചിലരൊക്കെ TB രോഗം കാരണം ചുമറ്റും തുപ്പിയും നടക്കുന്നു. അങ്ങനെ നിരവധി രോഗത്തിൻ്റെ പിടിയിൽ അമർന്നവരും അതല്ലാത്ത ആളുകളും ഇവിടെയുണ്ട്. അത്തരം ആളുകളുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും നല്ലവരായ ആളുകളിൽ നിന്നും ഒരിക്കൽ കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത കണക്കിലെടുത്ത് നാളെയും ഇതേപോലെയുള്ള അത്താഴം വിതരണത്തിന് വേണ്ടിയുള്ള ഞങ്ങൾക്ക് അകമഴിഞ്ഞ സഹായം നൽകുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, ബോധി ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രസിഡന്റ് പ്രസന്നകുമാറാണ് ഞാൻ. ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇന്ന് കോട്ടയം തിരുനക്കര മൈതാനത്ത് പട്ടിണിക്കാരില്ലാത്ത നഗരമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നടത്തിപ്പോരുന്ന അത്താഴ വിതരണമാണ്. കോട്ടയത്ത് മാത്രമല്ല, കോട്ടയം നഗരത്തിൻ്റെ പല പ്രദേശങ്ങളിലും ബോധി ധർമ്മ ചാരിറ്റബിൾ ട്രസ്റ്റ് അത്താഴം വിതരണം ചെയ്യുന്നുണ്ട്. നമുക്കറിയാൻ കഴിയും, റോഡിൻ്റെയും തോടിൻ്റെയും പുറമ്പോക്കുകളിൽ നിത്യവൃത്തിക്ക് വകയില്ലാതെ അന്തി ഉറങ്ങുന്ന നിരവധി പാവപ്പെട്ട ജനങ്ങളെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ ചുറ്റുപാടുകളൊന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അത്തരം ആളുകൾ തിങ്ങി നിറയുന്ന നഗരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായുണ്ട്. ഒലിക്കുന്ന കൂരയിൽ പ്ലാസ്റ്റിക് പടുതായുടെ അടിയിലൊക്കെ അന്തി ഉറങ്ങുന്നു. ഭക്ഷണമില്ല, അവരെ സഹായിക്കാൻ പറ്റുന്ന മാർഗങ്ങളില്ല. എന്നാൽ അത്തരക്കാരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഇന്ന് നിലവിലുണ്ട്. അവരുടെ തണലിലാണ് സത്യത്തിൽ ഈ ഏകവർഗം കഴിഞ്ഞു പോകുന്നത്. ഇത്തരം ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി നിരന്തരമായി ഇത്തരം പ്രസ്ഥാനങ്ങളെ സഹായിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരുടെ തുച്ഛമായ സഹായം കൊണ്ട് മാത്രമാണ് ഭക്ഷണം കൊടുക്കാൻ കഴിയുന്നത്, അതുപോലെ തന്നെ അവർക്ക് മെഡിസിൻ സഹായം ചെയ്യാൻ കഴിയുന്നത്, വാഹനത്തിന് പെട്രോൾ ഒഴിക്കാൻ കഴിയുന്നത്, ഈ പ്രവണതയ്ക്ക് വേണ്ടി പണി ചെയ്യുന്നവരുടെ അവർക്ക് വണ്ടിക്കൂലിയായിട്ടും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിലുള്ള തുക കൊടുക്കാൻ കഴിയുന്നത് ഒക്കെ അത്തരം നല്ല മനുഷ്യരുടെ സഹായം കൊണ്ട് മാത്രമാണ്. ഇനിയും ഇത്തരം പ്രവർത്തനം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ
എന്നെ കേൾക്കുന്ന നല്ലവരായ, ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരായ എല്ലാവരുടെയും സഹായം മുന്നോട്ടുണ്ടാകണം. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഈ ചേരി പ്രദേശത്ത് ഈ പീടിക വരാന്തയിലും അതുപോലെ തന്നെ കടത്തിണ്ണകളിലൊക്കെ കിടക്കുന്ന ആളുകളാണ് ഇവിടെ നിൽക്കുന്നത്. അവർക്ക് വസ്ത്രവും, അവർക്ക് പഴയ വസ്ത്രങ്ങളും, അതുപോലെ തന്നെ അവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത, വസ്ത്രങ്ങളില്ലാതെ കിടന്നുറങ്ങാൻ പറ്റാത്ത പല സാഹചര്യങ്ങളുണ്ട്. കാരണം മഴയത്ത് അവർക്ക് പ്രയാസമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ അവരെ കൂട്ടിയിണക്കി സഹായിക്കാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ, നല്ല പദ്ധതികളും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായി ഉണ്ടാകേണ്ടതുണ്ട്. ഉണ്ടാകുന്നില്ലെന്നല്ല പറയുന്നത്, ഉണ്ടാകേണ്ടതുണ്ട്. അവരുടെ കിടപ്പാടം, അവരുടെ ഭക്ഷണം, അവരുടെ വസ്ത്രങ്ങളെ, അങ്ങനെ അവർക്ക് വേണ്ടി തെരുവിലിങ്ങനെ നിരവധി ആളുകൾ കഴിയുന്നുണ്ട്. അവർക്കൊന്നും നിത്യരോഗികളാണ്. ചിലർക്കൊന്നും കാലൊക്കെ പഴുത്ത് വ്രണമായിരിക്കുന്നു. മറ്റു ചിലരൊക്കെ TB രോഗം കാരണം ചുമറ്റും തുപ്പിയും നടക്കുന്നു. അങ്ങനെ നിരവധി രോഗത്തിൻ്റെ പിടിയിൽ അമർന്നവരും അതല്ലാത്ത ആളുകളും ഇവിടെയുണ്ട്. അത്തരം ആളുകളുടെ എല്ലാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും നല്ലവരായ ആളുകളിൽ നിന്നും ഒരിക്കൽ കൂടി ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇന്നത്തെ പ്രത്യേകത കണക്കിലെടുത്ത് നാളെയും ഇതേപോലെയുള്ള അത്താഴം വിതരണത്തിന് വേണ്ടിയുള്ള ഞങ്ങൾക്ക് അകമഴിഞ്ഞ സഹായം നൽകുകയും ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്.